ഞാൻ മാലിക് സിയ, കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകൻ. കിസ്മൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത രക്ഷിതാക്കൾക്ക് ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കൊമേഴ്സിലെ അച്ചുമോൾ കുട്ടപ്പൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട്. മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നത് വാർത്തയല്ല, എന്നാൽ ഇറച്ചിക്കോഴി വളർത്തലിൽ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകി ഇറച്ചിക്കോഴികളെ സൗജന്യമായി വിതരണം ചെയ്തിരിക്കുകയാണ് കിസ്മസ് സ്കൂൾ. തിരഞ്ഞെടുക്കപ്പെട്ട 32 രക്ഷിതാക്കൾ കോഴിക്കുഞ്ഞുങ്ങളെ കൈപ്പറ്റി. വിതരണ ഉദ്ഘാടനം വാർഡംഗം റിൻസി ബൈജു നിർവഹിച്ചു. PTA പ്രസിഡന്റ് രാജൻ TK, PTA SMC അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്തു. സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം സംഘടിപ്പിച്ചു. ഹ്യൂമാനിറ്റീസിലെ രശ്മിമോൾ MR തയ്യാറാക്കി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട്. കുരുന്നുകളെ കൊണ്ട് പേപ്പർ ബാഗ് നിർമ്മിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. സർക്കാർ അടിയന്തരമായി പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ചതിന് പിന്നാലെയാണ് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പേപ്പർ ബാഗുകൾ നിർമ്മിക്കാനുള്ള വിദഗ്ധ പരിശീലനം നൽകിയത്. സോഷ്യൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ അജേഷ് മണി, സനു പോൾ, ഷെബിൻ കുര്യാക്കോസ് എന്നീ അധ്യാപകർ നേതൃത്വം നൽകി. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ പ്രത്യേക ന്യൂസ് ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരു ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ട്. ഇലക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തരെ വോട്ട് ചെയ്യാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം വളരെ കൃത്യമായിട്ട് അവരുടെ സീറ്റുകളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണോ, നീണ്ട ക്യൂ ആണ്. ഇലക്ഷൻ ആരംഭിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് തന്നെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും 4 ബൂത്തുകളിലും എല്ലാവരുടെയും വോട്ട് ചെയ്യാനുള്ള താല്പര്യത്തോടെ കുട്ടികൾ വരിവരിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇലക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും ഇലക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഓരോ വോട്ടർമാരും കടന്നു ചെല്ലുകയാണ്. ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്കൂൾ തലം മുതലേ കുട്ടികൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്കൂളിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇലക്ഷൻ നടത്തുന്നത്. എല്ലാ ക്ലാസ്സിലും എല്ലാ രീതിയിലും അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത്. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു, കുട്ടിയുടെ ഓഫീഷ്യലായിട്ട് തിരഞ്ഞെടുത്തു. ഇത് പ്രിസൈഡിങ് ഓഫീസേഴ്സ്, പോളിംഗ് ഓഫീസേഴ്സ് എല്ലാം ആ സിസ്റ്റത്തിലൂടെ തന്നെയാണ് പോകാൻ കഴിയുന്നത്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം നല്ലൊരു സഹകരണം എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുമുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട്. കുട്ടികൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കുക എന്നാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്നും ഇലക്ഷൻ പ്രക്രിയയായ സെഫോളജി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഇലക്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തത്. തീർച്ചയായിട്ടും അധ്യാപകരുടെയും കുട്ടികളുടെയും പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ ഇതിന് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കാം, അതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ എങ്ങനെയൊക്കെയാണ്, പ്രിസൈഡിങ് ഓഫീസർ തുടങ്ങി റിട്ടേണിംഗ് ഓഫീസർ, ഈ മെയിൻ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ചിട്ടയായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്കൂളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ എല്ലാ അധ്യാപകരുടെയും മേൽനോട്ടം ഇലക്ഷൻ പ്രക്രിയയ്ക്ക് മാറ്റുപകർന്നു. തീർച്ചയായിട്ടും എടുത്ത് സൂചിപ്പിക്കേണ്ടത് നസ്മുദ്ദീൻ മാഷിനെയാണ്. അപ്പം മാഷിൻ്റെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് 4 പോളിംഗ് ബൂത്തുകളിലായിട്ട് കൃത്യമായിട്ടും ഇലക്ഷൻ ക്രമീകരിക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെ കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ സ്കൂൾ കുട്ടികളിൽ നിന്ന് തന്നെ പ്രിസൈഡിങ് ഓഫീസർ, അതുപോലെ ബൂത്ത് ഏജൻറ്റുമാർ, അതുപോലെ ബൂത്ത് വളരെ സാധാരണ ഇലക്ഷൻ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഇലക്ഷൻ്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അഖിൽ, ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ വോട്ടിൽ ജയിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ അച്ചടക്കവും അങ്ങനെയുള്ള എല്ലാം നോക്കുന്നതായിരിക്കും. എൻ്റെ പേര് സ്നേഹ. ഈ പ്രാവശ്യം നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്നെയാണ് ചെയർപേഴ്സണായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാ പുരോഗതിക്കും വേണ്ടി
എൻ്റെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തത് എന്നെയാണ്. ചെയർപേഴ്സണിൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തിലും പങ്കുചേരാൻ ഞാൻ പൂർണ്ണ സമ്മതത്തിലോടും പിന്നെ എല്ലാ വികസനത്തിനും കൂട്ട് നിൽക്കുമെന്ന്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.